ഹായ്, നമസ്കാരം. ഞാൻ സിമി സുനിച്ചൻ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് തവളക്കുഴി എന്ന വെബ് സീരീസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ലൊക്കേഷൻ വരുന്നത് പാറയ്ക്കാമല എന്ന സ്ഥലമാണ്. പാറയ്ക്കാമല എന്ന് പറയുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലം തന്നെയാണ്. അതായത് അതുല്യ കലാകാരനായ കൊല്ലം സുധി നമ്മളിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്ന അത് ഈ കാണുന്ന സെമിത്തേരിയിലാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ വല്ലാതൊരു ഫീലാണ്. അതായത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതായി ഫീൽ ചെയ്യുന്നു. കാരണം കൊല്ലം സുധി എന്ന അതുല്യ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം പിന്നിട്ടു. ഇതിനോടകം അദ്ദേഹത്തിന് ഒരു ശാന്തി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച് അദ്ദേഹം ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റി എത്ര മോശമായി ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ പറ്റി നല്ലത് മാത്രമാണ് പറയാറുള്ളത്. ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണേലും, അതായത് സുഹൃത്തുക്കളാണേലും കുടുംബക്കാരാണേലും മറ്റ് ദേശവാസികൾ നാട്ടുകാരൊക്കെ ആണെങ്കിൽ പോലും ഇദ്ദേഹത്തെ പറ്റി വളരെ മോശമായി തന്നെയാണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി എന്ന കലാകാരൻ ചത്ത് തലയ്ക്ക് മേളിൽ നിന്നിട്ടും നിത്യശാന്തി ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടതായി വരുന്നു. കാരണം മരിച്ചിട്ട് 2 വർഷമായിട്ടും കൊല്ലം സുധി എന്ന കലാകാരന് ഒരു സ്വസ്ഥതയും ഈ ഭൂമിയിൽ കിട്ടുന്നില്ല എന്ന് പറയേണ്ടതായ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, ആ മനുഷ്യൻ എത്രത്തോളം ബാഡായിട്ട് ജീവിച്ചാൽ പോലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആരായിരുന്നാൽ പോലും പറയാറുണ്ട് അവൻ നല്ലവനായിരുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇന്നും ജീവൻ നഷ്ടപ്പെട്ട് തലയ്ക്ക് മേളിൽ, അതായത് പഴമക്കാർ പറയുന്ന പോലെ മരിച്ച് തലയ്ക്ക് മേളിൽ നിന്നിട്ടും അദ്ദേഹത്തിന് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലാണേലും കുടുംബത്തിൽ നിന്നാണേലും സുഹൃത്തുക്കളിൽ നിന്നാണേലും അങ്ങനെ പലവിധമായ രീതിയിൽ ഇന്നും കൊല്ലം സുധിക്ക് നിത്യശാന്തി കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയേറെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ ലൊക്കേഷനിൽ വന്നപ്പോൾ ഇതെല്ലാം ഓർക്കേണ്ടതായി വന്നു. അതുപോലെ തന്നെ തവളക്കുഴി എന്ന വെബ് സീരീസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷൂട്ടിങ്ങാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തിയത്. അപ്പോൾ എവിടെ ഒരു ഫോണെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണുന്ന ഫുള്ളും കൊല്ലം സുധിയെ പറ്റിയുള്ള നിരവധി വാർത്തകളാണ്. നല്ലതല്ലാത്തതും നല്ലതായതുമായി കൂടുതലും നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് കാണുന്നത്. പാവം അദ്ദേഹത്തിന് മരിച്ചിട്ടും സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് ആ കമന്റുകളും ഈ വരുന്ന വീഡിയോസും എല്ലാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങളുമായി ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് നടന്നൊരു വ്യക്തിയാണ്. എല്ലാവരുടെ ഇടയിലൂടെ ഭയങ്കരമായി നടന്ന വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് വന്നതും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതും. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഭയാനകമായ ഫീലാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടനെ ഞങ്ങൾ സ്ഥിരം കാണുന്ന ആളാണ്, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, ഒരു കുടുംബം പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങളെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയതാണ്. ഈ ഭാഗത്തേക്ക് വീണ്ടും ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങായി വന്നപ്പോൾ വീണ്ടും ഒരുപാട് സങ്കടകരമായ കാര്യങ്ങൾ ഓർക്കേണ്ടതായി വന്നു. ഇന്നിപ്പോൾ എൻ്റെ കൂടെ തവളക്കുഴി എന്ന വെബ് സീരീസിൽ അഭിനയിക്കുന്ന കോട്ടയം ഷാജി എന്ന വലിയ കലാകാരനുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഷാജിയേട്ടാ, ഇതാണ് നമ്മുടെ കോട്ടയം ഷാജി എന്ന അതുല്യ കലാകാരൻ. തവളക്കുഴി എന്ന വെബ് സീരീസിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അപ്പൊ ചേട്ടന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് കോട്ടയം ഷാജി. തവളക്കുഴി എന്ന വെബ് സീരിയലിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. ഇത്ര മനോഹരമായ ഈ പ്രദേശത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സ് ആദ്യം ഓടിയെത്തിയത് കൊല്ലം സുധി എന്ന ഒരു കലാകാരനെയാണ്. അദ്ദേഹം മണ്ണോട് മണ്ണായിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുവാനോ അല്ലെ ആ അന്ത്യ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ സാധിച്ചില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കിയ ആ കുടീരത്തിൽ എനിക്ക് വരുവാനും ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ പറ്റി സംസാരിക്കുവാനും ഒക്കെ സാധിച്ചു. ഞങ്ങളുടെ ഈ വെബ് സീരിയൽ തവളക്കുഴി എന്ന ഈ ചിത്രീകരണം നടക്കുന്നത് പോലും അദ്ദേഹത്തെ കവറടക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഡെഡ് ബോഡി അടക്കിയ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്.
എനിക്ക് ഒരു ഭയങ്കരമായിട്ട് തോന്നിയത്, ഞാനിവിടെ വന്നപ്പോൾ വളരെയധികം ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കുകയുണ്ടായി, സീരിയലിനകത്തെ മെയിൻ കഥാപാത്രമാണല്ലേ? ഞാൻ പറഞ്ഞു അതെ, തവളക്കുഴി എന്ന സീരിയലിനകത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോ അവരെന്നോട് പറഞ്ഞു, ഈ പ്രദേശം സാറേ ഒരു വലിയ ഉള്ളൊരു സ്ഥലമാണ്, ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്? അപ്പൊ അവരുടെ വായിൽ നിന്നും വന്നത് കേട്ടപ്പോ എനിക്കൊരു അത്ഭുതം തോന്നി. അയ്യോ, ഈ പറയുന്ന സുധിയുടെ തന്നെയാണോ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? അദ്ദേഹത്തെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടാത്ത രീതിയിൽ ആണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഈ പ്രദേശവാസികൾ പറയുന്നു, മിക്കവാറും രാത്രികളിൽ ഇവിടുന്ന് ചില അലർച്ചകൾ കേൾക്കുന്നു. അതുപോലെ തന്നെ ഒരു ഓട്ടോ ഈ പ്രദേശത്ത് വന്നപ്പോൾ മറിഞ്ഞ് ഇവിടെ ഒരു കുഴിയുണ്ട്, അതിന് തവളക്കുഴിയൊന്നും അല്ല കേട്ടോ, അത് ഇവിടെയുള്ള ഒരു കുഴി തന്നെയാണ്. ആ കുഴിയിൽ വീഴുകയും ആ പാവ ഓട്ടോ ഡ്രൈവർ അവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ശവം അടക്കിയ അതിന്റെ നേരെ ഫ്രണ്ടിലാണ് ഈ കുഴി. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മാവ് ഇതിലെ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ എന്നോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും അവരോടൊപ്പം നിന്നുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ശാന്തികളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ തവളക്കുഴി സീരിയലിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിന്റെ ഡയറക്ടർ സുനിച്ചൻ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.